ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഫോൾഡിംഗ് ടേബിൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ക്ലാമ്പാണ് നമ്മളിന്നോട് പരിചയപ്പെടാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിലത് ഒരു 700 രൂപയോളമാണ് അതിൻ്റെ വില. അത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അതിന് ഒരു ഫോൾഡിംഗ് ടേബിളാക്കി മാറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ഞാൻ ആ സാധനം ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഫോൾഡിംഗ് ടേബിളിൻ്റെ ക്ലാമ്പാണിത്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 15 ഇഞ്ചസിൻ്റെ ഒരു പീസാണ്, 15 ഇഞ്ചിൻ്റെ ഒരു പീസാണ്. ഇതുപോലെ 20-24 കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ആമസോണിൽ നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ 15 ഇഞ്ചിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ബോക്സൊന്നും അത്ര ക്വാളിറ്റി ഇല്ല. ഇതാണ് അതിൻ്റെ ക്ലാമ്പ്. ഇതാണ് അതിൻ്റെ ക്ലാമ്പ്. ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇത് ടേബിളിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആവും, ടേബിളാവും. അതിനുശേഷം നമ്മൾക്ക് ഇത് പ്രസ് ചെയ്തിട്ട് ഇതിനെ വീണ്ടും ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. വളരെ സ്ഥലം കുറവുള്ള സ്ഥലത്തൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കാം. അതിന് മുമ്പ് ഇങ്ങനത്തെ 2 സെറ്റ്, അതായത് 2 എണ്ണം ഇതുപോലെ 2 ക്ലാമ്പും ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 6 സ്ക്രൂവും അതിൻ്റെ പ്ലഗും ഒക്കെ ഇതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മെറ്റലിൻ്റെ ഒരു ഷീറ്റാണ്. അതിൽ നമ്മൾ ഇനി ഹോള് മാർക്ക് ചെയ്യണം. അതായത് നമ്മുടെ ആ ക്ലാമ്പിൻ്റെ അതേ ഹോൾ തന്നെ ഇതിലും മാർക്ക് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അത് മാർക്ക് ചെയ്ത് അത് ഡ്രില്ല് യൂസ് ചെയ്തിട്ട് അതിലെല്ലാം ഹോൾ ഇടുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യും. ആ കറക്റ്റ് ആ ഭാഗത്ത് തന്നെ ഹോൾ നെറ്റും ബോൾട്ടും ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിതിൽ സ്ക്രൂ ഒക്കെ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാം ഓക്കെയാണ്. ഇനി നമുക്കിത് ചുമരിലോട്ട് സ്ക്രൂ ചെയ്യണം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത് വെച്ചതിൽ നമ്മൾ ഡ്രില്ല് വെച്ചിട്ട് തന്നെ ഹോൾസ് ഇടുകയാണ്.
നമ്മൾ സ്ക്രൂവിൻ്റെ ഹോൾസ് മുഴുവൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലോട്ട് സ്ക്രൂ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ക്ലാമ്പ് അതിൽ ഫിറ്റ് ചെയ്യുക. സ്ക്രൂസ് എല്ലാം നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേബിൾ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് കാണിച്ചുതരാം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെയൊക്കെ ചേർത്ത് വയ്ക്കാനൊക്കെ പറ്റും. ജസ്റ്റ് തൂക്കി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി ഒരു ടേബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.